പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കുമ്പസാര രഹസ്യം ആരൊക്കെ സൂക്ഷിക്കണം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു. കുട്ടികളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ബഹുമാനപ്പെട്ട ഒരു കത്തോലിക്ക അച്ഛൻ പറയുന്നതാണ്. അദ്ദേഹം പറയുന്ന മുഴുവൻ ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം. ഈ കുമ്പസാരം എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ധാരണ, ദൈവത്തോടായിട്ട് പറഞ്ഞാൽ പറയും. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ദൈവം അറിയിട്ടില്ലേ, നമ്മളായിട്ട് പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന് അറിയാൻ. അത് ദൈവത്തിൻ്റെ അജ്ഞതയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാൻ പാടില്ല, ദൈവത്തോട് പറയണം. പക്ഷെ അതേസമയം ഇവൻ പാപം ചെയ്ത് സമൂഹത്തോടും സഭയോടുമാണ്. ആ സമൂഹത്തിൻ്റെയും സഭയുടെയും പൊതുവായ മധ്യസ്ഥനായ പട്ടക്കാരനോടും ഏറ്റു പറയണം. നമ്മൾ കുമ്പസാരിപ്പിക്കുമ്പോൾ രണ്ട് കാര്യം ചെയ്യും. ഒന്നും ദൈവത്തോടും പറയാം, അതേസമയം ദൈവത്തിൻ്റെ പ്രതിനിധിയായ പട്ടക്കാരനോടും പറയാണ്. അർത്ഥത്തിലാണ് അവിടെ കുമ്പസാരം നടക്കുന്നത്. ദൈവത്തോടെ ഏറ്റു പറഞ്ഞാൽ അതൊരു പാപപരിഹാരം കിട്ടിയെന്ന് നമുക്കെന്താ ഉറപ്പ്? ദൈവത്തിൻ്റെ പ്രതിനിധിയായ പട്ടക്കാരനോട് പറയുമ്പോൾ അവൻ പാവത്തിനും കൊടുക്കുകയാണ്. പാപപരിഹാരം കിട്ടിയെന്നുള്ള ഒരു ആത്മധൈര്യവും ഒരു സ്വയം അവബോധവും അവനുണ്ടാവുകയാണ്. അതിൻ്റെ തെറ്റ് എനിക്ക് ക്ഷമിച്ച് കിട്ടി. ഇവിടെ അതിനുമ്പൊരു കാര്യം ഇവിടെ പറയുന്നുണ്ടായത്. യോശുവ 7:19 വായിക്കുമ്പോൾ ആഖാൻ പാപം ചെയ്തപ്പോൾ യോശുവ പറയുന്നുണ്ട്, ഈ ദൈവത്തോടായിട്ട് പറയണം എന്ന് ചെയ്ത തെറ്റുകൾ. അവൻ മോഷണം നടത്തി, എന്നോടും പറയണം. എന്നോടും മറച്ചു വയ്ക്കാൻ പാടില്ല. അപ്പോൾ ദൈവത്തോടും പറയണം. യോശുവ പുരോഹിതനാണോ, പുരോഹിതനോടും പറയണം. ആ മുടിയനായ പുത്രൻ ചെന്ന് എന്താ പറഞ്ഞാൽ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. സ്വർഗത്തോട് മാത്രം പാപം ചെയ്തു എന്നല്ല പറഞ്ഞത്, സ്വർഗത്തോടും നിന്നോടും. അപ്പോൾ സ്വർഗം അവിടെ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ട് കണക്കാക്കണം. പിതാവ് നിന്നോട്, ആ പിതാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയായ പട്ടക്കാരനാണെന്ന് സങ്കല്പിക്കണം. അതൊക്കെ വ്യക്തമായ അടയാളങ്ങളൊക്കെ വേദപുസ്തകത്തിലുണ്ട്. അതൊക്കെ മറന്നുകൊണ്ടാണ് ഈ പെന്തക്കോസ്തുകാർ അവരുടെ സ്വയം അറിവ് വെച്ച് തോന്നിയവരും തോന്നിയ രീതിയിൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെ അദ്ദേഹം, ഒരു കുട്ടി ചോദിച്ചത് ഇങ്ങനെയാണ്, ഒരാളൊരു കൊലപാതകം ചെയ്തു, അവനത് അച്ഛനോട് ഏറ്റു പറയണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വിശദീകരണം അച്ഛൻ തരണം എന്നാണ് ആ കുട്ടിയെ ആ വൈദികനോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, കൊലപാതകം ചെയ്തു, അവൻ വന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിച്ചപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഏത് സാഹചര്യത്തിലത് ചെയ്ത് എന്താ അങ്ങനെ ചെയ്യാൻ കാരണം അതൊക്കെ അവൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. ചിലപ്പോൾ അതൊരു സാങ്കല്പിക കഥയായിരിക്കാം. എങ്ങനെയായാലും ആ കുമ്പസാരത്തെ പറ്റി പഠിപ്പിക്കാൻ അദ്ദേഹം അത് ഉപയോഗിച്ചു. അത് വളരെ കാര്യമാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇപ്പം നിനക്ക് ഇപ്പോൾ വന്ന് കുമ്പസാരിക്കാൻ കാരണം എന്താ? നിനക്ക് യഥാർത്ഥ മാനസാന്തരം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് അങ്ങയുടെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നത്. അപ്പോൾ ഇന്ന ആളെയാണ് കൊന്നത്, ഇന്ന സാഹചര്യത്തിലാണ് കൊന്നതെന്നൊക്കെ പറയും. അപ്പോൾ അതിന് മറുപടിയായിട്ട് അച്ഛൻ അവനെ ഉപദേശിച്ചത്, നീ തെറ്റ് ചെയ്തു, നിനക്ക് മാനസാന്തരം കൊണ്ട് സമ്മതിക്കണം. അങ്ങനെ നിനക്ക് മാനസാന്തരം ഉണ്ടായി, ആ തെറ്റ് നിന്നോട് ക്ഷമിച്ച് തരികയും ചെയ്യണം. അങ്ങനെയെങ്കിൽ നിനക്ക് പോലീസിൽ ചെന്ന് വിവരം പറയാൻ പാടില്ലേ? നിനക്ക് മടിയുണ്ടോ?
അപ്പം അവിടെ പോലീസിൽ ചെന്ന് നീ വിവരം പറയണമെന്ന് പറയുന്നത് അത് മുഴുവൻ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പോലീസിൽ അവൻ ചെന്ന് വിവരം പറയുമ്പോൾ പോലീസുകാർ ചോദിക്കും, ഇത്രയും നാളെ നീ കുറ്റം സമ്മതിക്കാതെ ഇപ്പം നിനക്ക് കുറ്റം സമ്മതിക്കാൻ തോന്നാൻ കാരണം എന്താ? എനിക്കങ്ങനെ തോന്നുന്നു. അത് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പിൻബലം അല്ലെങ്കിൽ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പ്രേരണ നിൻ്റെ പുറകിൽ ആരോ തന്നിട്ടുണ്ട്. അപ്പോൾ അവൻ സത്യം പറയും, ഞാൻ കുമ്പസാരിക്കാൻ ചെന്നപ്പോഴും അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് തെറ്റ് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ നീ പോലീസിനോട് പറയണമെന്ന്. അവിടെ കുമ്പസാര രഹസ്യം പുറത്തു വന്നു. അച്ഛൻ മാത്രം കുമ്പസാര രഹസ്യം സൂക്ഷിച്ചാൽ പോരാ, കുമ്പസാരിക്കുന്ന ആളും ആ രഹസ്യം സൂക്ഷിക്കണം. അവനെ ഉടനെ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവന് ജയിലിലടക്കില്ലേ. അപ്പം അവൻ്റെ മനസ്സിലെന്താ ഒരു വികാരം പറഞ്ഞത്, ഞാൻ ആ കുമ്പസാരിക്കാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അതല്ലേ എന്നെ ശരി. അച്ഛൻ പറയേണ്ടിയിരുന്നത്, ഞങ്ങളുടെ യാക്കോബായ സഭയുടെ വിശ്വാസം അനുസരിച്ച് നീ മേലിൽ കൊലപാതകം ചെയ്യരുത്. തെറ്റാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലോ, നീ മേലിൽ കൊലപാതകം ചെയ്യരുത്. മറ്റൊരാളെ കൊല്ലണമെന്ന് നീ മനസ്സിൽ വിചാരിക്കുന്നു പോലും കൊലപാതകത്തിന് തുല്യമാണ്. അതാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നീ ചിന്തിക്കരുത്. തന്നെയുമല്ല, നീ ഉടനെ ഒന്ന് പോലീസിലൊന്നും ചെയ്യരുത്. അവരോട് പറയണം, കുമ്പസാര രഹസ്യം ഞാൻ മാത്രമല്ല നീയും രഹസ്യമായിട്ട് അതിനെ സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കൊലപാതകത്തിന് കാര്യമാണ്. നിനക്ക് പറ്റുമെങ്കിൽ നീ കൊലപാതകം നടത്തി കുടുംബത്തിന് അവന് ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അമ്മയും അച്ഛനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒന്നും ചെയ്യണ്ടായി. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ, സാമ്പത്തികമായോ മറ്റു പലതരത്തിലോ ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം. വേറൊരാളുടെ മോഷിച്ചു കൊണ്ടുവന്നിട്ട് നീ ചെയ്തു കൊടുക്കരുത്. നിന്റെ പ്രയത്ന ഫലമായിട്ട് നീ ഉണ്ടാക്കുന്ന സ്വത്തിൽ നിന്നും എന്തെങ്കിലും അവർ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ല കൊടുക്കുക തന്നെ വേണം. അത് ഇപ്പോൾ ഉടനെ ചെയ്യരുത്. ഉടനെ ചെയ്താൽ അവർക്ക് സംശയം തോന്നും. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടാണ് അദ്ദേഹം ഉപദേശിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം നിനക്ക് മാനസാന്തരം ഉണ്ടായാലും ഉടനെ നിന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് വലിയ അബദ്ധമായി പോയി, തെറ്റായി പോയി. അങ്ങനെ ആ കുമ്പസാര രഹസ്യം പുറത്തു വരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലേ ഉള്ളൂ. കുമ്പസാര രഹസ്യം കുമ്പസാരിക്കുന്ന ആളും അത് രഹസ്യമായിട്ട് അതിനെ സൂക്ഷിക്കണം. സ്വന്തം ഭാര്യയോടോ സ്വന്തം ഭർത്താവിനോടോ മക്കളോടോ ആരോടും പറയാൻ പാടില്ല. അത് അച്ഛനും പറയാൻ പാടില്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, അച്ഛൻ കുമ്പസാര രഹസ്യം കേട്ടു, പാവോചനം കൊടുത്തു, അത് അവിടെ വെച്ച് തന്നെ അച്ഛൻ മറന്നോണമെന്ന് പറഞ്ഞേ. അച്ഛൻ്റെ മനസ്സിലത് വയ്ക്കരുത്. അത് മറന്നു പോകണം. അച്ഛൻ മറ്റുള്ളവരോട് പറയാൻ പാടില്ല, നോർത്താൽ തന്നെ പറയാൻ പാടില്ല. ആ രീതിയിൽ അത് അപ്പം തന്നെ പറഞ്ഞു. പലരും കുമ്പസാരിച്ചു, അതൊക്കെ അവിടെ വെച്ച് തന്നെ പൊക്കോളണം. അവർക്ക് മാനസാന്തരം കൊടുത്തു, അവർക്ക് വേണ്ട ഉപദേശവും കൊടുത്തു, പ്രായശ്ചിത്വവും കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുമ്പസാര രഹസ്യം അച്ഛൻ മാത്രമല്ല കുമ്പസാരിക്കുന്ന ആളും സൂക്ഷിക്കണം. അല്ലെങ്കിൽ അത് വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. തന്നെയല്ല, അത് വിശ്വാസം സംബന്ധിച്ച് തെറ്റാണ്. കുമ്പസാര രഹസ്യം ഈ രണ്ടുപേരും സൂക്ഷിക്കണം. അത് മസ്റ്റാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.